കുടിയിരിക്കുന്നു. വലിയ മീനാട്ടോ. നമ്മുടെ ഒന്നാം സമ്മാനത്തിന്റെ ആ വ്യക്തി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നിതിൻ. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലും പുല്ലൂരാമ്പാറയിലുമുള്ള ഇരുവഞ്ഞിപ്പുഴ, ചാലിപ്പുഴ നദികളിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ജൂലൈ മാസത്തിൽ നടക്കുന്ന ഒട്ടേറെ പേരെ ആകർഷിക്കുന്ന ഒരിനമാണ് വൈറ്റ് വാട്ടർ കയാക്കിംഗ്. ഇതിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ് ഈ വർഷം നടത്തുന്നത്. പ്രസ്തുത കായിക ഇനത്തിൻ്റെ പ്രീ ഇവൻറ്റുകളിൽ ആദ്യത്തെ ഇനമായ ചൂണ്ടയിടൽ മത്സരം റോട്ടറി മെസ്റ്റി മെഡോസ് തിരുവാമ്പാടി ക്ലബിൻ്റെ സഹകരണത്തോടെ തിരുവാമ്പാടി പഞ്ചായത്ത് തിരുവാമ്പാടിയിൽ തന്നെയുള്ള ലേക്ക് വ്യൂ ഫാം റിസോർട്ടിൽ വെച്ച് ജൂലൈ 6-ന് നടത്തുകയുണ്ടായി. തിലാപ്പിയ എന്ന പേരിൽ ഈ ചൂണ്ടയിടൽ മത്സരം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ്. ഒട്ടേറെ പേരെ ആകർഷിച്ച ഈ ചൂണ്ടയിടൽ മത്സരത്തിൽ ഏറെ പേർ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. അതിൻ്റെ വിജയത്തെ തുടർന്ന് ഈ വർഷവും തിലാപ്പിയ 2 എന്ന പേരിൽ തിരുവാമ്പാടി പഞ്ചായത്ത് വളരെ താല്പര്യത്തോടെ മുന്നോട്ടിറങ്ങുകയും അവരുടെ ആവശ്യപ്രകാരം റോട്ടറി മിസ്റ്റി മിഡോസ് ഈ തിലാപ്പിയ 2 ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുകയുമായിരുന്നു. നോക്കൂ, എത്ര മനോഹരമാണ് ഈ ഓടക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട ഈ കുളവും പരിസര പ്രദേശങ്ങളും. വർഷങ്ങളായി ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വിളവെടുപ്പെന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്തത്. ഇതാ കൂടെ ഇപ്പോൾ കാണുന്നത് റോട്ടറി മിസ്റ്റി സെക്രട്ടറി മെൽബിനും റോട്ടറിയൻ തന്നെയായ സുധീഷുമാണ്. അവരെ അതിരാവിലെ തന്നെ എത്തി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. ഇതാ കണ്ടോ, ഇവിടെ സ്വർണ്ണ നിറമാർന്ന മത്സ്യങ്ങൾ നീരി തുടിക്കുന്നു. ചൂണ്ടയിടുന്നതിനുള്ള തയ്യാറെടുപ്പിൽ കുട്ടികൾ എത്തിയിരിക്കുന്നു. പ്ലാത്തോട്ടത്തിൽ ജെയ്സന്റെ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണിത്. ഏറെ വൃത്തിയോടെ, ഏറെ മനോഹാരിതയോടെ, വളരെ ടൈഡി ആയിട്ട് ഈ മനോഹരമായ ഈ കുളം അവർ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. പലപ്പോഴും പാഴ്ഭൂമിയായി പോകുന്ന കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളെ, കൊച്ചു കൊച്ചു വെള്ളക്കെട്ടുകളെ നമ്മൾ മനോഹരമായി വൃത്തിയോടുകൂടി നല്ലൊരു എഞ്ചിനീയറിംഗ് കപ്പാസിറ്റിയോടുകൂടി നമ്മൾ പ്ലാൻ ചെയ്താൽ എത്ര മനോഹരമായി മാറ്റാമെന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ്, ഉത്തമ മാതൃകയാണ് മനോഹരമായ ഈ കുളവും പരിസര പ്രദേശങ്ങളും. അതിരാവിലെ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. രജിസ്ട്രേഷനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോടഞ്ചേരിയിലെ സാംസ്കാരിക നായകന്മാർ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് പിടിച്ചില്ലെങ്കിൽ മോശമല്ലേ, വീഡിയോ പിടിച്ചില്ലെങ്കിൽ മോശമല്ലേ? വെൽക്കം 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 വെൽക്കം. മിസ്റ്റി മെഡോസ് 2 കൽപ്പിച്ച ഉത്തമ കർഷകർ. നമ്മുടെ നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരത്തിന്റെ എന്താ പറയുക, ഒരു ഇമേജ് അല്ലേ? അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഉപയോഗിക്കുന്ന വാള്, ഓക്കെ. ഇതോ മഴു
മഴുവുണ്ട്. അതായത് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നേ നമ്മുടെ പഴയ 18ാം നൂറ്റാണ്ടിലെ UK ഉണ്ടായിരുന്ന യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തനി കർഷകന്റെ അതായാലും ആ വാക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഫാമിലേക്ക് വേണ്ട സാധനം എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ടതല്ല. അയ്യാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ചെറിയ കത്തി വേണമെങ്കിൽ ചെറുതുണ്ട്. അതുകൊണ്ട് ചെറിയ കത്തിയുണ്ട്. ഇതിന്റെ ഫാം കത്തിന്റെ ഇത് മറ്റേ ഇവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന മണിപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതായത് പക്ഷേ മണ്ണിര മൈദ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രിംഗ് ഒക്കെ ഉണ്ട്. അതേയുള്ളൂ. തവളയാണോ മോന്റെ പേരെന്താ? ഷാനോഫ്. വീട് 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 കോരങ്ങാട്. അപ്പൊ അതിനൊരു രാവിലെ വന്നാണ്. അടിപൊളി. സൂപ്പർ 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 സൂപ്പർ. കണ്ടോ ഇങ്ങനെയുള്ള ഈ ഒരു ത്രില്ലില്ല ഈ മക്കളുടെ ഇതാണ് നമ്മൾ ശരിക്കും നമ്മുടെ നഷ്ടപ്പെട്ട നമ്മുടെ എന്താ കാർഷിക സംസ്കാരത്തിന്റെ പുൽകുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ. അടിപൊളി മക്കൾ. മുഴുവൻ മത്സരാർത്ഥികളും രജിസ്ട്രേഷൻ കൗണ്ടറുമായി ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മത്സരം ആരംഭിക്കുകയുള്ളൂ. മത്സര സമയത്തിന് മുൻപായി ആരും ചൂണ്ടയിടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി തിരുവമ്പാടിയിൽ വെച്ച് നടത്തുന്ന ചൂണ്ടയിടൽ മത്സരമാണ്. നമുക്കറിയാം ഇതിനോടകം കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോരയല്ല, കോഴിക്കോട് ജില്ലയല്ല, കേരളമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും പല മത്സരാർത്ഥികൾ എത്തിക്കൊണ്ട് വളരെ വിജയകരമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞു വെച്ചിട്ട് 2028 ഒളിമ്പിക്സിലേക്കുള്ള ട്രയൽ മത്സരങ്ങൾ വരെ ഇവിടെ നടക്കും എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മൾ നടത്തിയിരുന്ന ഈ ചൂണ്ടയിടൽ മത്സരത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസനെ ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ലിൻഡോ ജോസഫ് MLA ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യും. അതുകൊണ്ട് തന്നെ റോട്ടറി മിസ്റ്റി മെഡോസിൻ്റെ പ്രസിഡന്റ് ശ്രീ ബെസ്റ്റി ജോസിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റോട്ടറി മിസ്റ്റി മെഡോസിൻ്റെ ഡിസ്ട്രിക്ട് ഓഫീസർ സന്തോഷ് കരയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കായിക രംഗങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കയാക്കിങ്ങിന് മുന്നോടിയായിട്ട് പ്രീ ഇവന്റുകൾ പഞ്ചായത്തുകൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഓരോ അവസരങ്ങൾ ലഭിക്കുക. നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പല അവസരങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞവർക്ക് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളുടെ ഓരോ സന്ദർഭങ്ങളും കുറവായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെയുള്ള പ്രാദേശികമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധയെ ആകർഷിക്കുന്ന പരിപാടി തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ ചൂണ്ടയിടൽ മത്സരം നടത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ലോക ശ്രദ്ധയാർജിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്കിത് നടത്താൻ കഴിഞ്ഞു. വലിയ മീഡിയകളിലൊക്കെ ഇടം പിടിച്ചതായിരുന്നു നമ്മുടെ അന്നത്തെ 70 വയസ്സിന് മുകളിലോട്ടുള്ള ചേച്ചിയുടെ ചൂണ്ടയിടിയിലും കാര്യങ്ങളുമെല്ലാം. ഇപ്രാവശ്യവും അവർ ഇതിനുണ്ട് എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന TDRFന്റെ മുഴുവൻ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുന്നു.
അതോടൊപ്പം ഇതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അജു എമ്മാനുവലാണ്. ഇന്നത്തെ ഈ മനോഹരമായ മത്സരത്തിന് നേതൃത്വം നൽകുന്ന റോട്ടറി മിസ്റ്റി മെഡോസിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ഭാരവാഹികൾ, ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് ഡോക്ടർ, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സരീഷ് സൈമൺ, മറ്റ് വേദികളും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞ അജു എമ്മാനുവൽ, TDRFിൻ്റെ പ്രവർത്തകർ, മത്സരാർത്ഥികൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കഴിയുന്നു. പലപ്പോഴും ഈ മഴക്കാലമാവുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള കാർന്നവന്മാരൊക്കെ ഇരുവഴിപ്പുഴയിലും ചാലിപ്പുഴയിലും ഒക്കെ പോയി വലിയ മനനിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്ന ഓർമ്മ ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകൾക്കും ഉണ്ടാകും. അപ്പൊ അത്തരം ഉണ്ടായിരുന്ന പല ആളുകളുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു മീൻപിടുത്തം എന്ന ആ കായിക വിനോദമായി മാറ്റുന്ന രൂപത്തിലേക്കുള്ള ഇടപെടലാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അനുബന്ധ പരിപാടികൾ ധാരാളം നടത്തുകയാണ്. വണ്ടിപ്പൂട്ട് നടത്തുന്നു, കാളപ്പൂട്ട് മത്സരം നടത്തുന്നു, മഡ് ഫുട്ബോൾ നടത്തുന്നു, ഓഫ് റോഡ് മത്സരങ്ങൾ നടത്തുന്നു, അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ഫുട്ബോളും ഷട്ടിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു, മടനടത്തം നടത്തുന്നു. അതുകൊണ്ടുള്ള മത്സരം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ആശംസിക്കുന്നു. മിസ്റ്റി മെഡോസിന്റെ ഭാരവാഹികൾ, നല്ലവരായ കായിക പ്രേമികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആമുഖമായി സൂചിപ്പിച്ച മാതിരി തന്നെ കേവലം 4 ദിവസം നീണ്ടു നിൽക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ കൊണ്ട് തീരുന്നതല്ല ഗ്രാമീണ ടൂറിസത്തിന്റെ സാധ്യതകളെന്ന് വിളിച്ചോതിക്കൊണ്ട് നമ്മുടെ തന്നെ മുന്നിലുള്ള സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും അത് വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ കൂടി ജനങ്ങളിലേക്ക് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും അതിലൂടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിലെ ടൂറിസം പ്രേമികളെ, ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്ന വിശാലമായ അർത്ഥത്തിലാണ് ഇത്തരം പ്രീ ഇവന്റുകൾ നടത്തപ്പെടുന്നത്. ഇതെല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും അതിനെ നല്ല അർത്ഥത്തിൽ പ്രചരിപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചൂണ്ടയിടൽ മത്സരത്തിന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. റെജി മത്തായി ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഈ ഒരു സമയത്ത് നീണ്ട പ്രസംഗത്തിന് പ്രസക്തി ഇല്ലാന്നറിയാം. എല്ലാവരും അക്ഷമരായിട്ട് ചൂണ്ടയിടലിന് കാത്തിരിക്കുകയാണ്. എങ്കിലും ഈ ഒരു സംരംഭത്തിന് റോട്ടറി മിസ്റ്റി മെഡോസിന് തിരുവമ്പാടി പഞ്ചായത്തോട് ചേർന്ന് സഹകരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസ അറിയിക്കുന്നു. അതുപോലെ കയാക്കിങ്ങിനും ഇനി വരുന്ന കയാക്കിങ്ങിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെയുള്ള ഈ ചൂണ്ടയിടൽ മത്സരം കഴിഞ്ഞ തവണയും നമ്മൾ തുടക്കത്തിൽ വെച്ചു. അത് നല്ലൊരു തുടക്കമായിരുന്നു. ഏറ്റവും അധികം അന്ന് ശ്രദ്ധിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട ചൂണ്ടയിടൽ മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിൻ്റെ പ്രീ ഇവന്റ് എന്ന നിലയിൽ ഈ പരിപാടി വലിയ വിജയമാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മലബാർ ഫെസ്റ്റിവലിന്റെ തുടക്കം മുതലുള്ള ബിനിഡോ ചാക്കോ, പോൾസേട്ടൻ ഇവരെ പ്രത്യേകം ഓർക്കുകയാണ്. അവരുടെ സ്ഥാനത്ത് ഇവിടെ തന്നെ സ്ഥാനത്തിലുണ്ട്. നമ്മുടെ പ്രീ ഇവന്റ്സ് ആയിട്ട് കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിൽ 4 ഇവന്റുകൾ നടക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ചൂണ്ടിടൽ. അടുത്ത ഇവന്റായി നമ്മുടെ ഫാം ടൂറിസമാണ്. അത് അടുത്ത ശനിയാഴ്ച നമ്മൾ നടത്തുന്നു. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫീസ് നൽകാവുന്നതാണ്. എല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ജോസഫ് MLA നിർവഹിച്ചു കഴിഞ്ഞു. MLA-യുടെ ചൂണ്ടയിൽ 4-5 കിലോ തൂക്കമുള്ള മത്സ്യങ്ങളടക്കം ഈ കുളത്തിലുണ്ട്. ഇതൊരു മത്സരമായതുകൊണ്ട് ആ ഒരു സ്നേഹം എല്ലാവരും ഓർക്കുക. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. പല വിസ പറഞ്ഞില്ലേ വലതുവശമുള്ള നിൽക്കുന്നല്ലേ അച്ചൂടെ കൊത്തുവോ. മിസ്റ്റി മെഡോസ്
റോട്ടറി മിസ്റ്റി മെഡോസിന്റെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ കുടിയിരിക്കുന്നു. പോയോ? തിരിച്ചിട്ടല്ലേ? വലിയ മീനാട്ടോ. കൂട്ടത്തിലെ വലിയ മീനാണേ. ദോശയൊക്കെ പോരാ മോൻ. അതിലാരും വേറെയാ. വക്കീലേ ജോളിച്ചേട്ടാ പണ്ട് ചൂണ്ടിട്ടല്ലേ ഇപ്പം ചൂണ്ടിട്ട് എടുത്തില്ലേ? ആയ കാലത്ത് ചൂണ്ടിട്ടല്ലേ? അയവിറക്കിക്കൊണ്ടിരിക്കുക രണ്ടുപേർ. അത് ഞങ്ങൾ വേണ്ടി വന്നു, മിസ്റ്റർ പ്ലസ് വേണ്ടി വന്നു. അത് അറിയാം. ഈ കക്ഷി പുറത്തിറക്കണ്ടേ? പുള്ളി കുളിയാമ്പട്ടി കുടിഞ്ഞ് ആ കുടിഞ്ഞ് വരുന്നത് എന്നോട് മരുവാൻ വേണ്ടി മാത്രം കുടിഞ്ഞ് വരുന്നത്. അല്ല അത് വേണ്ടി വരും. ഒരു വരം ഞങ്ങൾ വരും അങ്ങോട്ട്. 1.5 വരമായിരിക്കും. ഞങ്ങളുടെ പ്രസിഡന്റ് ആട്ടോ, അറിയാലോ. ആ
രാജൻ ഇന്നലെ ഫസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ അന്നേരം നോക്കി എനിക്കത് എന്നോട് അന്നേരം ജെയ്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പരിപാടിയുണ്ട് അപ്പോഴാണ് നിന്റെ പോസ്റ്റ് കണ്ടത്. ഒരുപാട് ഇന്നത്തെ മഴയ്ക്ക് ഇന്ന് കുറിച്ച നഗരം മാത്രം കണ്ട എന്നെക്കാൾ ജൂനിയർ ആണെന്നേ പറയും. ഞാനറിയാം കേട്ടോ. കോംപ്ലിമെന്റ് ഉള്ള കാര്യമാണ്. അതേസമയം പുറത്ത് മീൻപിടുത്തം നടക്കുമ്പോൾ ഇവിടെ ഉന്നത ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈ പവർ കമ്മിറ്റി മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു. പറയൂ ജിൻസ്, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം? സൂപ്പറായിട്ടുണ്ട്. നല്ല ആൾക്കാരെ സഹകരണമുണ്ട്. അതെ അതെ, നന്നായി ആൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷന്റെ ചെയർമാൻ ആയിരുന്നു ഷാജിയേട്ടാ. എത്ര പേര് രജിസ്ട്രേഷൻ കിട്ടുന്നു? നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ട്. ഓ ഗ്രേറ്റ്. സംഭവം ജനങ്ങൾ നല്ല കൊച്ചു കുട്ടികൾ അല്ലേ? കൊച്ചു കുട്ടികളും ഒത്തിരി പ്രായമുള്ളവർ വരുന്നുണ്ട്. രജിസ്ട്രേഷൻ കോപ്പറേറ്റീവ് അല്ലെ അത് തിരക്കൊന്നും ഉണ്ടായില്ല, വലിയ വിഷയം ഉണ്ടായില്ല. പലപ്പോഴും രജിസ്ട്രേഷനിലെ കൺഫ്യൂഷൻ വരിക. നിങ്ങൾ നന്നായി ഡീൽ ചെയ്തത് കേട്ടോ. ഡീലി അപ്പോൾ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന അലക്സേടാ നിങ്ങളുടെ ആദ്യത്തെ റോട്ടറി അനുഭവം എന്ത്? നല്ല അനുഭവം തന്നെയായിരുന്നു. അതെ, രജിസ്ട്രേഷനൊക്കെ ആൾക്കാർ നന്നായി സഹകരിച്ചു. നല്ല ആളുണ്ട് അല്ലേ? നന്നായിരുന്നു. താങ്ക് യു. അടിപൊളി. യെസ്, പറയൂ മകനെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ചൂണ്ടകളൊന്നും കൂടെ നോക്കിയേ. നിങ്ങൾ ഇര കൊണ്ടുവന്ന കവറുകളൊന്നും തന്നെ അവിടെ ഇട്ട് പോരുത്. കിട്ടിയ മീന് കൈമാറ്റം ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. അത്തരത്തിൽ ഏതെങ്കിലും സംഭവം കണ്ടാൽ അവരെ അയോഗ്യരാക്കി കൽപ്പിക്കും. മത്സരം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച മീനുകളുമായി ഈ പൗലിന്റെ മുമ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഈ 2 മിനിറ്റ് മാത്രമാണ് മത്സരം അവസാനിക്കാനുള്ളത്. ഈ സമയം ഈ ഒരു പരിപാടിക്ക് എന്നോട് സഹകരിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നന്ദിയോടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാം സമ്മാനം 3000 രൂപയും 3 കിലോ മീനും നൽകിയത് രണ്ടാം സമ്മാനം 2000 രൂപയും 2 കിലോ മീനും നൽകുന്നത് മരിയൻ ട്രേഡിംഗ്. മൂന്നാം സമ്മാനം 1000 രൂപയും 1 കിലോ മീനും നൽകുന്നത് ഡോക്ടർ ബെസ്റ്റീസ് ഹോമിയോ മെഡിക്കെയർ തിരുവമ്പാടി. ജംബോ ക്യാച്ച് വിന്നർ, ഏറ്റവും തൂക്കമുള്ള മീൻ പിടിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് ടൗണിൽ പഞ്ചകർമ്മ ചികിത്സാലയം തിരുവമ്പാടി നൽകുന്ന 1000 രൂപ ക്യാഷ് അവാർഡ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ക്യാച്ച് വിന്നർ സീനിയർ ചേംബർ തിരുവമ്പാടി നൽകുന്നു 1000 രൂപ. ഏറ്റവും കൂടുതൽ എണ്ണം മീൻ പിടിക്കുന്നവർക്കുള്ള പ്രത്യേക സമ്മാനം. കൂടാതെ 5 പേർക്ക് പ്രോത്സാഹന സമ്മാനവും ഉണ്ട്. ഞങ്ങളോട് സഹകരിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നന്ദിയോടെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്. സിൽവർ സ്പൂൺ തിരുവമ്പാടി, KP ജോർജ് കൊച്ചുകൈപ്പി, ടേബിൾ ടോപ്പ് റിസോർട്ട്സ് പൂവാലത്തോട്, സ്റ്റെല്ല മേരീസ് ബോർഡിംഗ് സ്കൂൾ കൂടലിനി, ജോമോ തോമസ് ഒമാൻ, ലാമിയർ സ്റ്റീൽ, മെഡിഫ്ലോ കണ്ണൂർ, പ്രോടെക് എഞ്ചിനീയറിംഗ് കാലിക്കറ്റ്, ഉദയ പെയിന്റ്സ് പേരാമ്പ്ര, പിഗ്മെന്റ് പെയിന്റ്സ് കള്ളന്തോട്, ഗ്രാൻഡ് ടെക് ഇൻസ്റ്റലേഷൻ എറണാകുളം, സൗപർണിക ഹോളിഡേസ് അരീക്കോട്, അരു കോഴിക്കോട്, അരു എം കോഴിക്കോട്, ബിബി തിരുവനന്തപുരം, റോട്ടറി മാത്യു കുര്യൻ. മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. 5, 4, 3, 2, 1. ഓ ഫിനിഷ്. ഇനി ആരും തന്നെ ചൂണ്ടിടാൻ പാടില്ല. ശ്രദ്ധിക്കാം. വളണ്ടിയേഴ്സ് ഇപ്പോൾ കിട്ടിയ മീനുകൾ നിങ്ങളുടെ തന്നിരിക്കുന്ന കവറുകളിൽ സൂക്ഷിച്ച് ഈ പൗലിന്റെ മുമ്പിലേക്ക് എത്തുക. ആരും തന്നെ പരസ്പരം കൈമാറ്റം ചെയ്യാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു സ്പോർട്സ് ഇതും കൂടി തന്നെയാണ്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എല്ലാവരും എന്നോട് സഹകരിക്കണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. വളരെ മനോഹരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനോടനുബന്ധിച്ച് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തും റോട്ടറി മിസ്റ്റി മെഡോസ് തിരുവമ്പാടിയും ചേർന്ന് സംഘടിപ്പിച്ച ആവേശകരമായ
ചൂണ്ടയിടൽ മത്സരത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വിജയികൾ ആരെന്നറിയാൻ അല്പസമയം മാത്രം. എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ മീനുകളുമായി ഈ പൗലിന്റെ മുമ്പിൽ സെറ്റ് ചെയ്ത ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മലബാർ കോൺഗ്രസിന്റെ ഭാഗമായ മറ്റ് 3 ഇവന്റുകൾ അടുത്ത ശനിയാഴ്ച 12-ാം തീയതി രാവിലെ 8:30-ക്ക് ഫാം ടൂർ ആരംഭിക്കുന്നു. ഇപ്പോൾ ഇവിടെ പേര് നൽകാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ടെക്നിക്കൽ ഫിനാൻസ് ഉണ്ട് നിങ്ങളോടൊപ്പം. കൂടുതൽ വായ്പ തുക, കുറഞ്ഞ പലിശ, ചുരുക്കം ഡോക്യുമെന്റുകൾ, സ്വർണത്തിന് ഇൻഷുറൻസ് പരിരക്ഷ. ടെക്നിക്കൽ ഫിനാൻസ് ഇലന്തകടവ് പുല്ലുലപ്പാണ്. മലയോര മേഖലയിലെ ഏറ്റവും വലിയ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ഷോറൂം മരിയൻ ട്രേഡിംഗ്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, സാനിറ്ററി ലൈറ്റിംഗ്, മരിയൻ ട്രേഡിംഗ് കുളിരങ്ങി. മലയോര മേഖലയിൽ തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട നിരകളുടെ തിരുനെറ്റിയിലെ തിരക്കുറി സ്റ്റെല്ല മേരീസ് ബോർഡിംഗ് സ്കൂൾ കൂടരങ്ങി. കോടമഞ്ഞ് പുതച്ച മലനിരകൾക്കിടയിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ചിലവഴിക്കാൻ പ്രകൃതിയുടെ സ്വപ്നതുല്യമായ മനോഹാരിതമായ അന്തരീക്ഷത്തിന്റെ സുഖശീതളതയും എല്ലാം മറന്നുല്ലസിക്കാൻ ഒരിടം. ടേബിൾ ടോപ്പ് റിസോർട്ട് പൂവാറുത്തോട്. ഓൾ സീസൺസ് ആൻഡ് ഓൾ റീസൺസ്. അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായി നടക്കാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനങ്ങൾ നൽകേണ്ടതുണ്ട്. ഇതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ടീമംഗങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ നിസ്വാർത്ഥ സേവനം തീർച്ചയായിട്ടും ഈ നാടിന്, ഈ ഗ്രാമത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ സേവനങ്ങൾക്ക് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തും റോട്ടറി മിസ്റ്റി മെഡോ സിറ്റി സ്നേഹപൂർവ്വമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സമ്മാനം വിഷാളാണ്. 962 ഗ്രാമാണ്. ഒരു മീൻ. ഒരു മീനാണ്. പിന്നെ സെക്കൻഡ് ഡോളി 1 കിലോ 52 ഗ്രാമാണ്. ഒരു മീനാണ്. ഫസ്റ്റ് പ്രൈസ് നിതിൻ 1 കിലോ 522 ഗ്രാം. 4 മീനല്ലേ? 4 മീൻ. പ്രോത്സാഹന സമ്മാനങ്ങൾ റോഷൻ തോമസ് 900 ഗ്രാം, തോമസ് OP 834 ഗ്രാം, വിനോദ് 554 ഗ്രാം, അഖിലേഷ് 500 ഗ്രാം, അബി 446 ഗ്രാം. ജംബോ ക്യാച്ചർ 2ാം സമ്മാനം നേടിയ ജോളിയാണ്
1 കിലോ 52 ഗ്രാം. ഏറ്റവും കൂടുതൽ എണ്ണം പിടിച്ചത് വിനോദാണ്, 10 മീനെ പിടിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. പിന്നെ നമ്മുടെ കുട്ടികൾ 3 പേരാണ് ഉള്ളത്. മിൻഹാജ്, റിഷാൻ, ക്രിസ്റ്റോ, ഇസ്കാൻ, പിന്നെ ക്രിസ്റ്റോ. കുട്ടികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി നമ്മൾ സമാപന സമ്മേളന കാര്യങ്ങളിലൂടെ കടക്കാണ്. സ്വാഗത പ്രസംഗത്തിന് ഡോക്ടർ ഡിസ്ട്രിക്ട് സെക്രട്ടറി ഡിസ്ട്രിക്ട് ഓഫീസറെ ക്ഷണിച്ചു. നമ്മുടെ ഈ യോഗത്തിലേക്ക് അധ്യക്ഷരായിട്ട് കോട്ടയം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് കോട്ടയം സജീവത്തായി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ നമ്മുടെ തിരുവമ്പാടി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാളിയേക്കൽ, അതുപോലെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ഷൗക്കത്ത് അലി, അപ്പോഴും എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാമിന് നടത്തിപ്പിന് വേണ്ടി DDRFിൻ്റെ സേന ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പങ്കെടുക്കാൻ വേണ്ടി ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അതുപോലെ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ എല്ലാ അംഗങ്ങളും തന്നെ ഇവിടെയുള്ള നിലവിലുള്ള എല്ലാ അംഗങ്ങളും ഈ ഒരു പ്രോഗ്രാമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് ബ്ലോഗേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടി ഈ നാട്ടുകാരും ഇത് അഭ്യുദയകാംക്ഷികളും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങളെ ഈ പ്രോഗ്രാം ഏറ്റെടുത്ത സമയത്ത് വളരെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊബൈലിൻ്റെയും കാലഘട്ടത്തിൽ ഈ ചൂണ്ടയുടെ മത്സരത്തിലേക്ക് ആൾക്കാർ വരുമെന്നൊരു ശങ്ക ഉണ്ടായിരുന്നു. അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പങ്കാളിത്തം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി, ഈ സമീപപ്രദേശത്താണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആൾക്കാരാണ്. എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ തീരെ കൃഷിയും മറ്റു കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരെ താല്പര്യം കാണിക്കാത്തതാണ്. എന്നാൽ ഇതിലേക്ക് കടന്നു വന്ന് 3 മക്കൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ സന്തോഷം തരുന്നതാണ്. മറ്റു കുട്ടികൾക്ക് ഒരു മാതൃകയാകാൻ പറ്റുന്നൊരു കാര്യം. നമ്മുടെ റോട്ടറിയുടെ ഈ വർഷത്തെ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കൃഷിയും അനുബന്ധ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത്രയും കുട്ടികൾ കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ MLA സ്ഥലത്തെത്തിയിരുന്നു. MLAക്കും പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു ചൂണ്ടയിടൽ മത്സരം കയാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് അതിൻ്റെ സ്വാഗത സംഘം യോഗം വിളിച്ച് ആരിത് ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ മുൻപോട്ട് വന്ന് ഞങ്ങൾ ചെയ്യാമെന്ന് ധൈര്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ പരിപാടികളെ പൂർത്തീകരിച്ച മിസ്റ്റി മെഡോസിൻ്റെ എല്ലാ പ്രവർത്തകരെയും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നമ്മുടെ DDRFുകാർ ഇന്നത്തെ ദിവസം എന്തൊക്കെ പരിപാടി ഉണ്ടായിട്ടോ അതൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഒരു പരിപാടിക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇവിടെ എത്തി അവരെയും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മത്സരം ഇത്ര ആവേശകരമാക്കി മാറ്റിയത് ഇവിടെ പങ്കാളികളാകാൻ വന്ന മുഴുവൻ ആളുകളുമാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നവരും ഇതിൻ്റെ കാണികളായിട്ട് വന്നവരും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഈ പരിപാടിയോട് സഹകരിച്ചു. 3ാം സമ്മാനം റിഷാൻ, തേർഡ് 1000 രൂപയും തേർഡ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്ന ഡോക്ടർ ബെസ്റ്റീസ് ഹോമിയോ മെഡിക്കൽ കെയർ തിരുവമ്പാടി 1000 രൂപയും 1 കിലോ മീനുമാണ് സമ്മാനം. 2ാം സമ്മാനം ജോളി. സമ്മാനം കൊടുക്കുന്നത് റോട്ടറി പ്രസിഡന്റ് റജിമത്തായി ഞാനാണ്. ഏറെ കാത്തുനിന്ന 1ാം സമ്മാനം ഒരുപക്ഷെ എത്രയോ ഇന്നൊരുപക്ഷെ ഈ മഴയത്തും ഇതിനു വേണ്ടി എത്രയോ എഫേർട്ട് ഉണ്ടായി കാത്തുണ്ടാകുക. അപ്പോൾ നമ്മുടെ 1ാം സമ്മാനത്തിന്റെ ആ വ്യക്തിയെ ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നിതിൻ 1ാം സമ്മാനം നൽകുന്നത്
നൽകുന്നത് തെക്കേ ഫിനാൻസ് ആണ്. അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യോത്സവം ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് 3000 രൂപയാണ്. 3 കിലോ മീനും നൽകുന്നത് തെക്കേ ഫിനാൻസ്. ജംബോ ക്യാച്ചർ 2ാം സ്ഥാനം കിട്ടിയ ജോളിയാണ്. 1000 രൂപയാണ് സമ്മാനം. കാവുങ്കൽ പഞ്ചകർമ്മ ചികിത്സാലയമാണ് പ്രൈസ് നൽകുന്നത് 1000 രൂപ. നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ്. അടുത്ത ഏറ്റവും കൂടുതൽ മീൻ പിടിച്ച ആള് 10 മീനാണ് പിടിച്ചിരിക്കുന്നത്. വിനോദാണ്. സമ്മാനം നൽകുന്ന സീനിയർ ചേംബറാണ് തിരുവമ്പാടി വിനോദ് ഷെട്ടി. സമ്മാനം നൽകുന്നത് നമ്മുടെ തിരുവമ്പാടി മെമ്പർ ഷൗക്കത്താണ്. ഇനി പ്രോത്സാഹന സമ്മാനങ്ങളാണ്. റോഷൻ തോമസിന് സമ്മാനം കൊടുക്കുന്നതിന് നമ്മുടെ പ്രോഗ്രാമിന്റെ ഡയറക്ടറായ കൂട്ടുകാരൻ സനീഷ് സൈനതാണ്. അടുത്ത തോമസ് ഒപ്പി സമ്മാനം കൊടുക്കുന്നത് ജയേഷ്. അടുത്ത വിനോദ് സമ്മാനം കൊടുക്കുന്നത് റിട്ടയർഡ് എൽദോ സ്പേസ്. ഈ വിനോദല്ലേ? വിനോദിന്റെ വിനോദാണ്. അടുത്ത അഖിലേഷാണ്. അഖിലേഷ് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ സന്തോഷ് സ്കാനിങ് ക്ഷണിച്ചുള്ളത്. വേറെ വേറെ ആയതുകൊണ്ട് അജു മാനുവലിനെ ക്ഷണിച്ചുള്ളത്. സ്പോൺസേഡ് സുധീഷാണ്. ഇത് സ്പോൺസർ അവരുടെ ജനപ്രതിനിധികളെയും ബാക്കിയുള്ള ശ്രോതാക്കളെയും കാണാൻ വന്നവരെയും എല്ലാവരുടെയും ഒരു സാന്നിധ്യം കൊണ്ട് ഒരു വൻ പരിപാടിയായി മാറി. നമുക്ക് മുമ്പ് കുറച്ച് ആൾക്കാർ ഉദ്ഘാടകരും പ്രസംഗം എത്തിയിരുന്നു. ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞ് ഈ വൈകിയ വേളയിൽ സമയം കളയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവർക്കും മിസ്റ്റി മെഡോസിന്റെ പേരിലും ഈ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പേരിലും അതുപോലെ തന്നെ നമുക്ക് സ്ഥലം സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്ന ജെയ്സൺ ചേട്ടന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ വാളണ്ടിയർമാരായിട്ട് ഇവിടെ വന്ന ആൾക്കാര്, കാണാൻ വന്ന ആൾക്കാര്, നമുക്ക് സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ തന്ന ആൾക്കാര്, ഇവിടെ ഈ മത്സരത്തിൽ വന്ന ആൾക്കാര്, അങ്ങനെ ഇതിൽ പങ്കെടുത്ത ഇതിൽ നാനാം മേഖലയിൽ സഹകരിച്ച എല്ലാവരും സഹകരണം കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും വിജയകരമായി തീർന്നത്. അതിന് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.